ഹലോ, സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിലെ ഫിഷ് പോണ്ട് ഒന്ന് വൃത്തിയാക്കാനാണ് പോണത്. എല്ലാ മാസവും വൃത്തിയാക്കുന്ന ഫിഷ് പോണ്ടാണ് കേട്ടോ. കണ്ടാൽ തോന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവർ ചാടി മറിഞ്ഞ് കുത്തി മറിഞ്ഞ് ആകെ വെള്ളം മുഴുവൻ നാശാക്കും. പിന്നെ ഒന്നാമത് സൂര്യപ്രകാശം വല്ലാണ്ട് തട്ടുമ്പോൾ ഒന്നാമത് പായലൊക്കെ വന്ന് ആകെ വൃത്തികേടാവും. പക്ഷെ എല്ലാ മാസവും മാറ്റി കൊടുക്കുന്ന വെള്ളമാണ്. എന്തായാലും വെള്ളം മാറ്റി കൊടുക്കൽ ഒരു മണിക്കൂർ നേരത്തെ വലിയ പരിപാടിയാണ്. അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാം. 500 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പോണ്ടാണ് കേട്ടോ അത്. അപ്പം ഒത്തിരി വെള്ളം ഉണ്ടാവും. ആ വെള്ളമൊക്കെ ഞങ്ങൾ ചെടികൾക്ക് നനയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ വെള്ളം അങ്ങനെ വേസ്റ്റ് ആക്കാറില്ല. മീനുകളെ പിടിക്കണതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഷാർക്ക് 3 ഷാർക്കാണുള്ളത്. ആ 3 ഷാർക്കും ഭയങ്കര പേടിത്തൊണ്ടന്മാരാണ്. ഈ 3 ആൾക്കാരെയും പിടിച്ച് കഴിയുമ്പോഴേക്ക് അമ്മയൊരു വഴിക്കാവും. എന്താണെന്ന് വെച്ചാൽ അവരെ പിടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവരുടെ ആ മുള്ള് മേല് തട്ടാൻ വളരെ സാധ്യത ഉണ്ട്. അവർ പെട്ടെന്ന് പിടഞ്ഞാണ് ഓടി രക്ഷപ്പെടുക. ഇതിൽ ഗോൾഡ് ഫിഷുകളുണ്ട്. അവർ ഭയങ്കര പാവമാണ്. അവർ പിടിച്ചാൽ തന്നെ അവർ പതുങ്ങി കിടന്നോളും. അവരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങളിതിൽ താമര ആമ്പലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളം ഒന്നുകൂടി വൃത്തിയായിട്ട് നിന്നോളും. പക്ഷേ അതിന് വളരാൻ ഇവരാരും സമ്മതിക്കില്ല. എല്ലാം വെട്ടി കഷ്ണമാക്കി വെച്ചോളൂ. അതിൻ്റെ കിഴങ്ങടക്കം ഊരിയെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അവസാനം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, താമരയൊക്കെ ഒഴിവാക്കി സാധാ വെള്ളം തന്നെ ഒഴിച്ച് അങ്ങനെ വെക്കുക ചെയ്തേ. ഈ പായലും ചളിയും തേച്ച് കഴുകലാണ് ഏറ്റവും വലിയ പരിപാടി ഇതിൽ കേട്ടോ. അതിനൊത്തിരി സമയമെടുക്കും. കാരണം ഈ ബ്രഷ് വെച്ച് ഉരതിയാൽ പോലും അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് പോവുകയില്ല. ശരിക്കും ഇതാണ് കേട്ടോ ഞങ്ങളുടെ പോണ്ടിൻ്റെ നിറം. ഇങ്ങനെ നീല നിറത്തിലുള്ള പോണ്ടാണ് അങ്ങനെ കറുകറുത്തിരുന്നത്. അതൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി ഇനി വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഇവരൊക്കെ പിടിച്ചിടാൻ. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടി കുഞ്ഞു മീനുകളെ പിടിച്ചിടുക എന്നുള്ളതാണ്. കണ്ണിൽ പോലും കാണാത്ത കുഞ്ഞു മീനുകളാണ്. ഇവരെയൊക്കെ പിടിച്ചിടലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാർക്ക് എന്തായാലും ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പിടിച്ച് വെള്ളത്തിലിടാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇവർ മീനുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു ഫാമിലിയിലെ ഒരു അംഗങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങൾ ഇവരെ കാണുന്നത്. ഇവർക്കൊരു വയ്യായിക വന്നാൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഇതിൽ 2 കോഴിക്കാർപ്പ് ഉണ്ടായിരുന്നു. അത് 2 പേരും ഒരു 3 വർഷത്തിന് ശേഷമാണ് കേട്ടോ ചത്തുപോയത്. അത് ഭയങ്കര വിഷമമായി. കാരണം വലിയ കുട്ടികളായിരുന്നു. അവർ പോയപ്പോൾ തന്നെ ഈ കുളം ഒന്ന് ആകെ ആളില്ലാത്ത പോലെ ആയിപ്പോയി. ഇനി ഗ്രില്ലൊക്കെ ഇട്ട് ചുറ്റും വലയൊക്കെ ഒന്ന് വൃത്തിക്കിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചേര ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സന്ദർശനം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചേരേനെ പേടിക്കണം. അപ്പം വലയൊക്കെ വൃത്തിക്കിടണം. എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം, കുളം വൃത്തിയാക്കുക എന്നുള്ളത്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിന് ലൈക്ക് തരിക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.